Welcome to XY's Malayali's channel. Don't forget to subscribe. വിവരാവകാശ നിയമപ്രകാരം എങ്ങനെ അപേക്ഷ നൽകാം എന്നു വിശദീകരിക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും സർക്കാരിനോട് നേരിട്ട് ഏതെങ്കിലും കാര്യത്തെപ്പറ്റി ഒരു ചോദ്യമോ വിവരമോ ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധാരണ പൗരന്മാർക്ക് സർക്കാരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ഇംഗ്ലീഷിൽ ബൗഹേറെ ഇൻഫോർമേഷൻ എഗൈ എന്നും പറയും. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നേടാൻ നിങ്ങൾക്ക് നിയമപരമായ അധികാരവും അവകാശവുമുണ്ട്. അതിനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുവാൻ ഉദ്ദേശിക്കുന്നു. വിവരാവകാശ നിയമം എന്നാൽ എന്താണ്? 2005 മയ്യേ ഇഖരി പ്രകാരം സർക്കാരിന്റെ കീഴിലുള്ള ഏത് ഓഫീസിലും നിന്നും വിവരങ്ങൾ ചോദിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ, പൊതുസെക്ടർ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വിഷയത്തെപ്പറ്റി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ ഏതൊക്കെ? ഫയലുകളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, പ്രസ്തുത പദ്ധതികൾക്ക് സർക്കാർ അനുവദിച്ച തുക എത്രയാണ്, അതിനുവേണ്ടി ഓഫീസുകളിൽ നടത്തുന്ന ഇടപാടുകൾ. അടുത്തതായി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നു നോക്കാം. 1. കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ആണ് അറിയേണ്ടത് എങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതിനായി താഴെ പറയുന്ന സൈറ്റിൽ ആണ് പോകേണ്ടത്. സബ്മിറ്റ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വിവരങ്ങൾ, പേര്, വിലാസം, ഇമെയിൽ, ഫോൺ നമ്പർ തുടങ്ങിയവ പൂരിപ്പിക്കുക. അടുത്തതായി ഏത് വകുപ്പിനോട് ചോദിക്കേണ്ടത് എന്നുള്ള ഭാഗം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ചോദ്യം 300 വാക്കിൽ കൂടുതൽ പറഞ്ഞു പോകരുത്. അതിനുശേഷം 10 രൂപ ഫീസ് ഓൺലൈനായി അടക്കുക. 2. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ ആണ് വിവരങ്ങൾ ലഭിക്കേണ്ടത് എങ്കിൽ ഇംഗ്ലീഷിലോ പ്രാദേശിക ഭാഷയിലോ ഒരു കംപ്ലയിന്റ് കത്ത് എഴുതുക. അതിന്റെ തലവാചകം ഇങ്ങനെയായിരിക്കണം: ഉഹെത്തൊകൈവർ അധവം മജുഖൈ 2005. നിങ്ങളുടെ വിശദവിവരങ്ങൾ, പേര്, വിലാസം, ഫോൺ നമ്പർ എല്ലാം വ്യക്തമായും ലളിതമായും എഴുതി ചേർക്കണം. കൂടാതെ ഫീസായ 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ പോസ്റ്റൽ ഓർഡറോ ചേർക്കണം. കത്ത് അയക്കേണ്ട വിലാസം, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അയക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിനോട് ചേർത്ത് ഹഹ ഇൻഫോർമേഷൻ കൈഷഹമ എന്നും കൂടി ചേർത്തിരിക്കണം. സ്പീഡ് പോസ്റ്റ് ആയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായോ അയക്കാം. മൂന്നാമതായി ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് നോക്കാം. വിവരങ്ങൾ നൽകേണ്ട വ്യക്തി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. ഓരോ വകുപ്പിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കത്തിൽ വ്യക്തമായി സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതിയിരിക്കണം. നാലാമതായി എത്ര ദിവസത്തിനകം മറുപടി ലഭിക്കും എന്ന് നോക്കാം. സാധാരണ സാഹചര്യത്തിൽ 30 ദിവസത്തിനകം മറുപടി ലഭിച്ചിരിക്കണം. യുദ്ധസമാനമോ ജീവപര്യന്തവുമായ വിവരങ്ങൾ ചോദിച്ചാൽ 48 മണിക്കൂറിനകം നൽകിയിരിക്കണം എന്നാണ് നിയമം. മറുപടി കിട്ടിയില്ലെങ്കിൽ 30 ദിവസത്തിനകം ആദ്യത്തെ അപ്പീൽ സമർപ്പിക്കാം. അഞ്ചാമതായി എങ്ങനെ ആദ്യത്തെ അപ്പീൽ നൽകാം എന്നു നോക്കാം. ആദ്യത്തേതുപോലെ തന്നെ ഒരു കത്ത് എഴുതുക. അതിന്റെ തലക്കെട്ട് വിവരങ്ങൾ. 2. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ. 3. കോടതി നടപടികൾ നടക്കുമ്പോഴുള്ള സെൻസിറ്റീവ് കാര്യങ്ങൾ. എന്നാൽ ഭൂരിഭാഗം വിവരങ്ങളും പൊതുജന താൽപര്യത്തിനായി ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാകും. വിവരാവകാശ നിയമം ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഒരു ശക്തമായ ആയുധമാണ്. നിങ്ങളും അതുപയോഗിച്ച് ഉത്തരവാദിത്തമുള്ള ഭരണം ഉറപ്പാക്കാൻ സാധിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
Thank you for watching. Hello, hey.